ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ്റെ പാർട്ട് 7 ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ അക്കോർഡിംഗ് ടു ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. അപ്പോൾ ഒരു എഞ്ചിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ആ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന ഒരിതാണ്. അപ്പോൾ അതിനെ തിയററ്റിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തെർമോഡൈനാമിക് സൈക്കിളാണ്. തെർമോഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എഞ്ചിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് ഹീറ്റ് വർക്ക് ആവുന്നുണ്ട്, വർക്ക് ഹീറ്റ് ആവുന്നുണ്ട്, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് എഞ്ചിനാണ്. അപ്പോൾ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി സിസ്റ്റം ആൻഡ് ഇവഞ്ച്വലി ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രോസസ്സുകളാണ്. അതിലെന്താണ് സംഭവിക്കുക? ഹീറ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കോ പുറത്തേക്കോ പോവും, വർക്കും അതുപോലെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കോ പുറത്തേക്ക് വരും. അപ്പോൾ ഹീറ്റും വർക്കും സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് തീരുന്നില്ല. വെറുതെ പുറത്തേക്കകത്തേക്ക് വന്നതുകൊണ്ട് അതൊരു സൈക്കിൾ ആവില്ല. സൈക്കിൾ ആവണമെങ്കിൽ ഈ പ്രോസസ്സുകൾ അവസാനം എന്ത് ചെയ്യണം? തുടങ്ങിയെടുത്ത് തന്നെ എത്തണം. ഒരു സർക്കിൾ എങ്ങനെയാണ്? സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എൻഡോ തുടക്കമോ അവസാനം ഉണ്ടായിരിക്കില്ല. അതുപോലെ തെർമോഡൈനാമിക് പ്രോസസ്സിനും അല്ലെങ്കിൽ സൈക്കിളിനും ഒരു തുടക്കമോ അവസാനം ഉണ്ടാവില്ല. എവിടുന്ന് തുടങ്ങിയാലും അവസാനം അവിടേക്ക് തന്നെ എത്തും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അതിൽ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ആ പ്രോസസ്സുകളിൽ എന്താണ് സംഭവിക്കുക? ഹീറ്റും വർക്കും സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കോ വന്നുകൊണ്ടിരിക്കും. അവസാനം ആ സിസ്റ്റം തുടങ്ങിയെടുത്തേക്ക് തന്നെ എത്തുകയും ചെയ്യുന്ന ആ ഒരു ടൈപ്പ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ ഈ തെർമോഡൈനാമിക് സൈക്കിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ അതിന്റെ അവസ്ഥ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയാൻ നമ്മൾ എന്താ പറയുക? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണെന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ നമ്മൾ പറയും നമ്മുടെ കാശില്ല, നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇപ്പം നല്ല അവസ്ഥയാന്ന് പറയാൻ കേട്ടിട്ടില്ലേ? അതുപോലെ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയണം. ആ പറയുന്നതിനെയാണ് അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പറയുന്ന പ്രോപ്പർട്ടികളുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയുന്നു പറഞ്ഞല്ലോ. ആ പറയുന്ന കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇനി ഇങ്ങനെ ഒരുപാടുണ്ട്. എൻട്രോപ്പി, എൻതാൽപ്പി ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ തൽക്കാലം ഒരു 4 പറയുന്നുള്ളൂ. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എൻട്രോപ്പിയും കൂടി വരുന്നുണ്ട് നമ്മൾ പഠിക്കുന്നതനുസരിച്ച്. അപ്പോൾ ഒരു എഞ്ചിന്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിക്കുമ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിന്റെ 4 പ്രോപ്പർട്ടി ആവശ്യമുണ്ട്. 4 പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എൻട്രോപ്പി. ഈ 4 പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2 ടൈപ്പ് സൈക്കിളുകളുണ്ട്. ഒന്ന് ഐഡിയൽ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയും, രണ്ടാമത്തേന് ആക്ച്വൽ സൈക്കിൾ എന്ന് പറയും. ഐഡിയൽ ആണ് നമ്മൾ പഠിക്കുന്നുള്ളൂ, കാരണം അതാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത്. ആക്ച്വൽ എന്ന് പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഐഡിയൽ തെർമോഡൈനാമിക് സൈക്കിളാണ് പറയുക. അത് മാത്രം അറിഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് വിശദമായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു അടുത്ത കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സൈക്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതൊരു ഗ്രാഫ് വെച്ചാണ് പഠിക്കുക. ഗ്രാഫ് 1-2 ഗ്രാഫുകൾ ഉണ്ടായിരിക്കും ഓരോ സൈക്കിളിലും. ആ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഗ്രാഫിന് 2 ആക്സിസുകളുണ്ട്, 2 ലൈനുകളുണ്ട്. ഒരു ലൈൻ വെർട്ടിക്കലായിട്ട് വരും, ഒരു ലൈൻ ഹൊറിസോണ്ടലായിട്ടും വരും. വെർട്ടിക്കലായിട്ട് വരുന്നതിന് നമ്മൾ വൈ ആക്സിസ് എന്നും ഹൊറിസോണ്ടലായിട്ട് വരുന്നതിന് എക്സ് ആക്സിസ് എന്നുമാണ് വിളിക്കുക. ഈ 2 ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ ഒറിജിൻ അല്ലെങ്കിൽ 0 എന്നാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്നതിന് നമ്മൾ വൈ ആക്സിസ് എന്നും വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്നതിന് എക്സ് ആക്സിസ് എന്നും വിളിക്കും. അതിന്റെ ജംഗ്ഷനെ വിളിക്കുന്ന പേര് ഒറിജിൻ അല്ലെങ്കിൽ 0, അല്ലെങ്കിൽ അതിനെ 0 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ 2 ആക്സിസിനും 2 പ്രോപ്പർട്ടി ആയിരിക്കും കൊടുക്കുക. എക്സിന് ഒരു പ്രോപ്പർട്ടി കൊടുക്കും, നമുക്ക് പ്രഷറോ വോളിയോ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ വൈക്കും അതുപോലെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഏതെങ്കിലും ഒന്ന് കൊടുക്കും. എന്നിട്ട് അത് തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഈ ഗ്രാഫിൽ വരയ്ക്കുക. പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും, വോളിയം എന്ത് സംഭവിക്കും,
ആ ഒരു പഠനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് സൈക്കിൾ എന്ന് പഠിച്ചു. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സുകളാണ്. ആ പ്രോസസ്സിൽ സംഭവിക്കാൻ പോകുന്നത് ഹീറ്റ് ഉള്ളിലേക്കോ പുറത്തേക്കോ പോകാം, അല്ലെങ്കിൽ വർക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ പോകാം. പക്ഷെ അവസാനം ആ സിസ്റ്റം തുടങ്ങിയെടുത്ത് തന്നെ എത്തിച്ചേരും. അതായത് തുടങ്ങിയപ്പോൾ എങ്ങനെയിരുന്നു അങ്ങനെ തന്നെ എത്തിച്ചേരുന്ന ടൈപ്പ് പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈക്കിളിനെ റെപ്രസെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഓരോ അവസ്ഥകളും പഠിച്ചു വെക്കണം. ആ അവസ്ഥകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണ് അതിന്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുക. അതിന്റെ ടെമ്പറേച്ചർ ഇത്ര ഡിഗ്രിയാണ്, അതിന്റെ പ്രഷർ ഇത്ര ബാറാണ്, അതിന്റെ വോളിയം ഇത്ര ലിറ്റർ ആണ്. അങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്റ്റേറ്റ്, അതിന്റെ അവസ്ഥ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അവസ്ഥ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എൻട്രോപ്പി, അങ്ങനെ പോകും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡിയൽ സൈക്കിൾ ആണ്. ഐഡിയൽ സൈക്കിൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പ്യുവർ എയർ ആയിരിക്കും. റിയൽ സൈക്കിൾ ആകുമ്പോൾ, അതായത് ആക്ച്വൽ സൈക്കിൾ ആകുമ്പോൾ അതിനകത്ത് കുറച്ച് എയർ ഫ്യൂലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഐഡിയൽ സൈക്കിൾ പഠിക്കുന്നത്. നമുക്ക് ഐഡിയൽ സൈക്കിൾ മതി. അപ്പോൾ ഐഡിയൽ സൈക്കിൾ നമ്മൾ ഗ്രാഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഗ്രാഫിന് 2 ആക്സിസ് ഉണ്ട്. വെർട്ടിക്കൽ ആയിട്ടുള്ള വൈ ആക്സിസും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എക്സ് ആക്സിസും ഉണ്ട്. ഇതിന്റെ ജംഗ്ഷൻ നമ്മൾ ഒറിജിൻ അല്ലെങ്കിൽ 0 എന്ന് മാർക്ക് ചെയ്യും. ഈ ഓരോ ആക്സിസിനെ നമ്മൾ ഓരോ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകളുടെ ഒരു കൂടിച്ചേർന്നുണ്ടാവുന്നതാണ്. അപ്പോൾ ആ ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രധാനമായിട്ട് 5 പ്രോസസ്സുകളാണ് വരുന്നത്. ഒന്നാമത്താണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയും. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. ഐസോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കോൺസ്റ്റന്റ് എന്നാണ്. ബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറയുന്ന മറ്റൊരു വാക്കായതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. Isobaric process is one where the pressure of the system stays constant എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇനി ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രഷർ പറഞ്ഞ പോലെ ഇപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയി നിൽക്കുമ്പോൾ ഉള്ള ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്സ്. അവിടെ വോളിയം ആയിരിക്കും കോൺസ്റ്റന്റ് ആയി വരുന്നത്. ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സ് നേരത്തെ പറഞ്ഞ പോലെ ഐസോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഐസെൻട്രോപിക് പ്രോസസ്സ്, ഐസെൻട്രോപിക്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സമയത്തുള്ള പ്രോസസ്സ്. എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നോക്കണ്ട. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് അതിന്റെ വാല്യൂവും അറിയാനൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി വരുന്ന ഒന്നാണ് അഡിയബാറ്റിക് പ്രോസസ്സ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നും ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് അഡിയബാറ്റിക് പ്രോസസ്സ്. ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്ത ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഐസെൻട്രോപിക് പ്രോസസ്സും അഡിയബാറ്റിക് പ്രോസസ്സും മാറി മാറി വരാറുണ്ട്. പക്ഷേ റിവേഴ്സിബിൾ ഐസെൻട്രോപിക് പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പോകുന്നില്ല, തൽക്കാലം ഈ പേരുകൾ അറിഞ്ഞിരിക്കുക. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ, ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്, ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എൻട്രോപ്പി പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ. നമുക്ക് തൽക്കാലം അറിഞ്ഞിരിക്കണം. ഇനിയും ടൈപ്പുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഐഡിയൽ സൈക്കിൾ നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം ഐഡിയൽ സൈക്കിളാണ്. ഐഡിയൽ സൈക്കിളിലെ മീഡിയം, അതായത് ഐഡിയൽ സൈക്കിളിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് പ്യുവർ എയർ ആണ്. ആക്ച്വൽ സൈക്കിൾ ആകുമ്പോൾ എയർ ഫ്യൂൽ മിക്സ്ചർ ആണ്. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡിയൽ സൈക്കിൾ ആയതുകൊണ്ട് അതിന്റെ വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത് പ്യുവർ എയർ ആണ്. ആ എയറിന് എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കുന്നില്ല എന്നുള്ള അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡിയൽ സൈക്കിൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയൽ സൈക്കിൾ ഒരു യഥാർത്ഥ എന്താ പറയാ ആക്ച്വൽ യൂസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആക്ച്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആക്ച്വൽ സൈക്കിൾ തന്നെ വേണം. ഐഡിയൽ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആദ്യമായി കണ്ടുപിടിച്ച സൈക്കിളാണത്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ സൈക്കിളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക.
അപ്പോൾ ഐഡിയൽ സൈക്കിളാണ് നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിക്കുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ആക്ച്വൽ സൈക്കിളാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐഡിയൽ സൈക്കിൾ പഠിക്കും. ഐഡിയൽ സൈക്കിളിലെ മീഡിയം എന്ന് പറയുന്നത് പ്യുവർ എയർ ആണ്. ആ എയറിൽ യാതൊരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനും നടക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ അസംഷനിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒന്നാമത്തെ സൈക്കിളിലേക്ക് പോകാൻ പോകുന്നത്. ഒന്നാമത്തെ സൈക്കിൾ എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളാണ്. 1816 ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിരുന്ന ഓട്ടോ എന്ന് പറയുന്ന ആളാണ് ഓട്ടോ സൈക്കിൾ കണ്ടുപിടിക്കുന്നത്. ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ച് ഓടുന്ന എൻജിൻസിനെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എൻജിൻസിനെ നമ്മൾ ഓട്ടോ സൈക്കിൾ എൻജിൻ എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോളിൻ്റെയും ഗ്യാസും വെച്ച് ഓടുന്ന എൻജിൻസിനെയൊക്കെയാണ് നമ്മൾ ഓട്ടോ സൈക്കിൾ എൻജിൻ എന്ന് പറയുന്നത്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ് ആണ് ഓട്ടോ സൈക്കിൾ എൻജിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഇതൊരു ഐഡിയൽ സൈക്കിളാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് പ്യുവർ എയർ ആണ്. നമ്മൾ ഓട്ടോ സൈക്കിൾ എൻജിനുമായി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വരുന്നത് വെറും പ്യുവർ എയർ മാത്രമാണ്. ഫ്യൂവൽ കൊടുക്കുന്നേ ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. എയറും ഫ്യൂവലുമാണ് വരുന്നതെങ്കിൽ എയറും ഫ്യൂവലും തമ്മിൽ കത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്ത് മാത്രമേ ഉള്ളൂ, പ്യുവർ എയർ മാത്രമേ ഉള്ളൂ. നമ്മൾ എയറിനെ ചൂടാക്കുന്നു, എയറിനെ തണുപ്പിക്കുന്നു, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ചൂടാക്കാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്നൊരു ചൂടുള്ള വസ്തു കൊണ്ടുപോയി മുട്ടിക്കും, അല്ലെങ്കിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് തണുത്ത ഒരു വസ്തു കൊണ്ടുപോയി മുട്ടിക്കും. അങ്ങനെ ഒരു എന്താ ചെയ്യുക, ഒരു അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ യഥാർത്ഥ അല്ലല്ലോ, ഇതൊരു ഐഡിയൽ സൈക്കിൾ ആണല്ലോ. അതുകൊണ്ട് യഥാർത്ഥ ആക്ച്വൽ സൈക്കിൾ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് അസംഷൻസിലാണ് നടക്കുന്നത്. പ്യുവർ എയറിനെ ചൂടാക്കുന്നു, പ്യുവർ എയറിനെ തണുപ്പിക്കുന്നു, ചൂടാക്കുന്ന എയർ എക്സ്പാൻഡ് ചെയ്യും, തണുക്കുന്ന എയർ കോൺട്രാക്ട് ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഓട്ടോ സൈക്കിൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഗ്രാഫുകളുണ്ട്. PV പ്രഷർ വോളിയം ഡയഗ്രവും ഉണ്ട്, TS ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രവും ഉണ്ട്. ഈ രണ്ട് ഡയഗ്രം നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ P എന്ന് പറയുന്നത് പ്രഷറിനെയാണ് കാണിക്കുന്നത്, V എന്ന് പറയുന്നത് വോളിയത്തിനെയാണ് കാണിക്കുന്നത്, T ടെമ്പറേച്ചറിനെ കാണിക്കുന്നു, S എന്ന് പറയുന്നത് എൻട്രോപ്പിയെ കാണിക്കുന്നു, സ്മാൾ ലെറ്റർ Q എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. Q ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് വരുന്നതിനെയും, Q ഔട്ട് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുന്നതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഗ്രാഫുകളിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഗ്രാഫുകളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് PV ഡയഗ്രാം എന്ന് പറയുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത് TS ഡയഗ്രാം, അങ്ങനെയാണ് ഇതിനെ വിളിക്കാറ്. അപ്പോൾ ആദ്യം Y ആക്സിസ് കഴിഞ്ഞിട്ട് X ആക്സിസ്, അങ്ങനെയാണ് വിളിക്കുക. PV TS ഡയഗ്രാം, അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ഗ്രാഫുകളെ വിളിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിൽ X ആക്സിസിൽ കാണുന്നത് വോളിയമാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങി വരുന്നതനുസരിച്ച് വോളിയം കൂടിക്കൂടി വരും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വോളിയം കുറഞ്ഞു കുറഞ്ഞു വരും. ഇവിടെ അങ്ങനെ തന്നെ, മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കൂടുന്നു, താഴത്തേക്ക് വരുമ്പോൾ പ്രഷർ കുറയുന്നു. നമുക്കിവിടെ ആരോ കാണുന്നുണ്ട്. ഈ 1 നിന്ന് 2ലേക്ക് ഒരു ആരോ ഉണ്ട്, 2 നിന്ന് 3ലേക്ക് ആരോ ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, 2 നിന്ന് 3ലേക്ക് പോകുമ്പോൾ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും. ഇവിടെ താഴേക്ക് ആരോ വരുന്നത്, താഴേക്ക് വരുമ്പോൾ പ്രഷർ കുറയുന്നു. വോളിയം എങ്ങനെയായിരിക്കും, വോളിയം ഈ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടിക്കൂടി വരും, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 to 2ൽ എങ്ങോട്ടാണ് വരുന്നത്, 1 നിന്ന് 2ലേക്ക് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. ഇടത് ഭാഗത്തേക്ക് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും. 3 to 4ൽ കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ അത് വോളിയം കൂടിക്കൂടി വരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോയാൽ പ്രഷർ കൂടും, താഴേക്ക് വന്നാൽ പ്രഷർ കുറയും. ലെഫ്റ്റിലേക്ക് വന്നാൽ വോളിയം കുറയും, റൈറ്റിലേക്ക് വന്നാൽ വോളിയം കൂടും. ഇവിടെ അങ്ങനെ തന്നെ, മുകളിലേക്ക് പോയാൽ ടെമ്പറേച്ചർ കൂടുന്നു, താഴേക്ക് വന്നാൽ ടെമ്പറേച്ചർ കുറയുന്നു. ലെഫ്റ്റിലേക്ക് വന്നാൽ എൻട്രോപ്പി കുറയും, റൈറ്റിലേക്ക് വന്നാൽ എൻട്രോപ്പി കൂടും. അങ്ങനെയാണ് നമ്മൾ ഇത് വായിച്ചെടുക്കേണ്ടത്. ഈ ഗ്രാഫ് വായിക്കുന്നത് അങ്ങനെയാണ്. ഏതൊക്കെ വാല്യൂ കൂടുന്നു, ഏതൊക്കെ വാല്യൂ കുറയുന്നു നോക്കുകയാണെങ്കിൽ നമ്മളിത് ഈ ഒരു ഗ്രാഫ് മാത്രം തൽക്കാലം നോക്കിയാൽ മതി. പ്രധാനമായിട്ടുള്ള 4 പ്രോസസ്സുകൾ കാണുന്നുണ്ട്. 4 സ്റ്റേറ്റുകളും ഉണ്ടായിരിക്കും. ഒരു സ്റ്റേറ്റ് ഇത്, രണ്ടാമത്തെ സ്റ്റേറ്റ് ഇത്, മൂന്നാമത്തെ സ്റ്റേറ്റ് ഇത്, നാലാമത്തെ സ്റ്റേറ്റ് ഇത്. അതിൻ്റെ ഇടയിലൊക്കെ 4 പ്രോസസ്സുകളും ഉണ്ട്. അവസാനം
പോയി ഒന്നിൽ തന്നെ തിരിച്ചെത്തും. അങ്ങനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. കാരണം 2 പോയി 3 പോയി 4 പോയി 4 വീണ്ടും 1 തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളതിനെ സൈക്കിൾ എന്ന് പറയുക. ഈ കാണുന്ന ഈ ഒരു ലൈൻ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട, അത് നമുക്ക് പഠിക്കാനുമില്ല. ഇവിടെ അങ്ങനെ തന്നെ 1 നിന്ന് 2 എത്തി, 3 എത്തി, 4 5 എത്തി. 5 എന്താണ് പകരം 1 തന്നെ എത്തിയത്. 1 നിന്ന് വീണ്ടും തുടങ്ങുകയായി. അപ്പോൾ 4 പ്രോസസ്സുകളാണുള്ളത്. 1 to 2 ഒരു പ്രോസസ്സ്, 2 to 3 ഒരു പ്രോസസ്സ് ഉണ്ട്, 3 to 4 ഒരു പ്രോസസ്സ് ഉണ്ട്, 4 to 1 ഒരു പ്രോസസ്സ് ഉണ്ട്. നമുക്ക് ഓരോ പ്രോസസ്സുകളായി നോക്കാം. ഞാൻ താഴെ ലിസ്റ്റ് അടിച്ചിട്ടുണ്ട്. 1 to 2 എന്നാൽ അഡിയബാറ്റിക് ഓർ ഐസെൻട്രോപിക് കംപ്രഷൻ എന്നാണ് പറയുക. പ്രോസസ് 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. ഇത് കാണുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. 3 to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസെൻട്രോപിക് ഓർ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. 4 to 1 എന്നാൽ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. നമുക്ക് ആദ്യം 1 to 2 നോക്കാം. പ്രോസസ് 1 to 2. 1 to 2ൽ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? വോളിയം എന്ത് ചെയ്യാണ്? ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വോളിയം കുറയും, പ്രഷർ മുകളിലേക്കാണ് പോകുന്നത് അല്ലേ? 1 മുകളിലല്ലേ? അതുകൊണ്ട് തന്നെ പ്രഷർ കൂടുകയും ചെയ്തു. വോളിയം കുറഞ്ഞു, പ്രഷർ കൂടി. ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പിസ്റ്റൺ ഇങ്ങനെ ചെറുതായി വരികയാണ്, അല്ലെങ്കിൽ പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണ്. ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് പോകുമ്പോഴാണ് വോളിയം കുറഞ്ഞു വരും. അപ്പോൾ പ്രഷർ കൂടി വരും. അതാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ നോക്കുകയാണെങ്കിൽ എൻട്രോപ്പി കാണുന്നുണ്ടല്ലോ. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. 1ഉം 2ഉം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കില്ല, കണ്ടോ? 1ഉം 2ഉം തമ്മിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നില്ല, റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ അർത്ഥം? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. അഡിയബാറ്റിക് പ്രോസസ് ആണ്. അത് നമുക്ക് എന്ന് മനസ്സിലാക്കാൻ എന്താണ്? ഹീറ്റ് പുറത്തേക്ക് അകത്തേക്ക് വരുന്നില്ല. ഹീറ്റ് എവിടെ അകത്തേക്ക് വരുന്നത്? ഇവിടെ ഹീറ്റ് അകത്തേക്ക് വരുന്നുണ്ട്, ഇവിടെ ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ളടത്തൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അർത്ഥം. അപ്പോൾ ഇവിടെ ഹീറ്റ് അകത്തേക്കോ പുറത്തേക്കോ വരുന്നില്ല, അതുകൊണ്ട് അത് അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഇവിടെയും അതുപോലെ തന്നെയല്ലേ, ഹീറ്റ് അകത്തേക്കോ പുറത്തേക്ക് വരുന്നില്ല, അതും അഡിയബാറ്റിക് പ്രോസസ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം 3 to 4ഉം അഡിയബാറ്റിക് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ 1 to 2 എന്ന് പറഞ്ഞാൽ വോളിയം കുറഞ്ഞു വരുന്നു, പ്രഷർ കൂടി വരുന്നു, ടെമ്പറേച്ചർ കൂടുന്നുണ്ട് അല്ലേ? മുകളിലേക്കാണ് പോകുന്നത് ടെമ്പറേച്ചർ, അപ്പോൾ കൂടുന്നുണ്ട്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ 4 പോയിന്റ് നമ്മൾ എഴുതണം. പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. ഈ സമയത്ത് പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പിസ്റ്റൺ സിലിണ്ടറിനുള്ളിൽ വോളിയം കുറഞ്ഞു വരുന്നത്. സിലിണ്ടറിനുള്ളിൽ ഇപ്പോൾ ഉള്ളത് എയർ മാത്രമാണ്. അപ്പോൾ എയറിനെയാണ് കംപ്രസ് ചെയ്യുന്നത്, പ്യുവർ എയറിനെയാണ് കംപ്രസ് ചെയ്യുന്നത്. ഇത് ഏകദേശം കംപ്രഷൻ സ്ട്രോക്കിനെ പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രോസസ് 2 to 3. 2 to 3ൽ എന്ത് സംഭവിക്കുന്നത്? വോളിയം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകുന്നില്ല, അതുകൊണ്ട് വോളിയം കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. കാരണം 2 to 3 മുകളിലേക്കല്ലേ പോകുന്നത്. പിന്നെ എൻട്രോപ്പിയും കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂ ഇൻ ആണ്. ഹീറ്റ് ഉള്ളിലേക്ക് വരുന്നു, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗമാണ്. സിസ്റ്റം ക്യൂ ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഹീറ്റ് വരുന്നു. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുക എന്താണ്? കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആണ്. ഈ ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് പ്രഷർ മാത്രമേ കൂടുന്നുള്ളൂ, വോളിയം കൂടുന്നില്ല, വോളിയത്തിന് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ, ഹീറ്റ് ഉള്ളിലേക്കാണല്ലോ വരുന്നത്, ഹീറ്റ് അഡിഷൻ എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? പ്രോസസ് 2 to 3ൽ പ്രഷർ കൂടുന്നു, വോളിയത്തിന് ചേഞ്ച് ഇല്ല, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, എൻട്രോപ്പി കൂടുന്നുണ്ട്. അതിനെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഏകദേശം ഒരു ഈ ഇഗ്നിഷൻ ഓഫ് ഫ്യൂൽ കത്തിക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് ശേഷം ഇവിടെ വരുന്നത്. പക്ഷെ നമ്മളിവിടെ ഫ്യൂലൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫ്യൂൽ ചൂടാകുന്നത്, ഹീറ്റ് ഇന്ന് വരുന്നത്? അറിയാം, കാരണം ഫ്യൂൽ കത്തിക്കുന്നില്ല, പകരം ഹീറ്റ് ഇന്നുണ്ട് താനും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക എന്താണ്? നമ്മളൊരു ചൂടുള്ള ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്തു? സിലിണ്ടറിലേക്ക് കൊണ്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ ചൂടാകുമല്ലോ. സിലിണ്ടർ ചൂടായി കഴിഞ്ഞാൽ സിലിണ്ടറിന് ഉള്ളിലുള്ള എയറും ചൂടായിക്കോളുമല്ലോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എയറിനെ ചൂടാക്കുന്നത്. അങ്ങനെയാണ് ഹീറ്റ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്. പുറത്തു നിന്നൊരു ഹീറ്റുള്ള ബോഡി കൊണ്ടുവന്ന് മുട്ടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പ്രോസസ് 2 to 3 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാനുണ്ട് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ചൂടുള്ള ഒരു ബോഡി കൊണ്ടുവന്നിട്ട് നമ്മൾ ആ എയറിനെ ചൂടാക്കി. ആ സമയത്ത് വോളിയം കോൺസ്റ്റന്റ് ആയിരുന്നു, പിസ്റ്റൺ മൂവ് ചെയ്യുന്നില്ല, പ്രഷർ കൂടുന്നുണ്ട്, നല്ലാതെ കൂടിയിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്, എൻട്രോപ്പി കൂടുന്നുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോസസ് 2 to 3 കുറിച്ച് പറയാനുള്ളത്. ഇനി പ്രോസസ് 3 to 4 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള നോക്കുകയാണെങ്കിൽ 3 4 വരുമ്പോൾ പ്രഷർ കുറയുക ചെയ്യുന്നത് അല്ലേ, പ്രഷർ താഴത്തേക്കാണ് വന്നത്, താഴത്തേക്ക് വരുമ്പോൾ പ്രഷർ കുറയുക ചെയ്യുന്നത്. വോളിയം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വന്നാൽ കൂടുമെന്നും പറഞ്ഞു, പ്രഷർ കുറഞ്ഞു വോളിയം കൂടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ്പാൻഡ് ചെയ്തെന്ന് അർത്ഥം. പിസ്റ്റൺ TDC നിൽക്കുകയായിരുന്നു, TDC നിന്ന് താഴത്തേക്ക് വരുന്നതാണ് എന്ത്, വോളിയം കൂടിക്കൂടി വരുന്നത്. TDC നിന്ന് BDCയിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത്. ആ സമയത്ത് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും, വോളിയം കൂടിക്കൂടി വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ എൻട്രോപ്പിക് കോൺസ്റ്റന്റ് ആണ്. എൻട്രോപ്പിക് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ്സ് എന്നാണ് അതിനെ വിളിക്കാൻ പോകുന്നത്. എക്സ്പാൻഷൻ ആണല്ലോ, കാരണം നമ്മൾ പറഞ്ഞു വോളിയം കൂടി പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് വിളിക്കുക. അപ്പോൾ അഡിയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്നാണ് വിളിക്കുന്നത്. ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അപ്പോൾ പ്രോസസ് 3 to 4 എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഐസെൻട്രോപിക് ആണ്. ഹീറ്റ് ഉള്ളിലേക്കോ പുറത്തേക്കോ വരുന്നില്ലാത്തതുകൊണ്ട് അഡിയാബാറ്റിക് ആണ്. വോളിയം കൂടിക്കൂടി വരുന്നതുകൊണ്ട് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഐസെൻട്രോപിക് ഓർ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയും. ആ പ്രോസസ്സിൽ വോളിയം കൂടുന്നു, പ്രഷർ കുറയുന്നു, ടെമ്പറേച്ചർ കുറയുന്നു, എൻട്രോപ്പി മാറ്റമൊന്നും വരുന്നില്ല, കോൺസ്റ്റന്റ് ആണ്. അവസാനം 4 to 1 4 നിന്ന് 1 എത്തുന്ന ആ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹീറ്റ് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യാന്ന് അർത്ഥം വരുന്നത്. അവിടെ വോളിയം എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നില്ല, വോളിയം ഇവിടെ തന്നെ നിൽക്കുകയാണ്, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്തില്ലാത്തതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കുറയുന്നുണ്ട്, ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, എൻട്രോപ്പി കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആയി നിൽക്കുമ്പോഴുള്ള ഹീറ്റ് റിജക്ഷൻ എന്നാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുക? ഹീറ്റ് റിജക്റ്റ് ചെയ്യാൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു തണുത്ത ബോഡി, നേരത്തെ നമ്മൾ പറഞ്ഞ ചൂടുള്ള ബോഡി കൊണ്ടുവച്ചപ്പോൾ എയർ ചൂടായി, ഇനി തണുത്തുള്ള ബോഡിയാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ എയർ തണുക്കും, ഹീറ്റ് വലിച്ചെടുക്കുക ചെയ്യുക അല്ലേ, പുറത്തുള്ള തണുത്ത ബോഡി. അപ്പോൾ സംഭവിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 4 പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഒരു ഓട്ടോ സൈക്കിളിന്റെ 4 പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 1 to 2 എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് ഓർ ഐസെൻട്രോപിക് കംപ്രഷൻ. ആ സമയത്ത് ഹീറ്റ് ഉള്ളിലേക്കോ പുറത്തേക്കോ പോകുന്നില്ല, വോളിയം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, പ്രഷർ കൂടിക്കൂടി വരുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. പ്രോസസ് 2 to 3 എന്ന് പറയുന്നിടത്ത് ഹീറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ തണുത്ത ബോഡിയെ സിലിണ്ടറിലേക്ക് കോണ്ടാക്ട് ചെയ്യിക്കും. അപ്പോൾ ഹീറ്റ് ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അത് ഹീറ്റ് അഡിഷൻ ആണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാം. ആ സമയത്ത് വോളിയം കോൺസ്റ്റന്റ് ആണ്, പ്രഷർ കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, എൻട്രോപ്പി കൂടുന്നുണ്ട്. 3 to 4 എന്ന് പറയുന്ന സ്ഥലത്ത് 3 to 4 വോളിയം കൂടി വരുന്നു, പ്രഷർ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് അത് എക്സ്പാൻഷൻ ആണ്. ഹീറ്റ് അഡീഷനോ ഉള്ളിലേക്ക് പുറത്തേക്കോ പോകില്ലാത്തതുകൊണ്ട് തന്നെ അതൊരു അഡിയാബാറ്റിക് പ്രോസസ് ആണ്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ഈ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് തന്നെ എഴുതിയെടുക്കണം, ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്തത് 4 to 1 ഹീറ്റ് പുറത്തേക്ക് പോകുന്നു. ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു തണുത്ത ബോഡി, അതായത് കോൾഡ് ബോഡി സിലിണ്ടറിലേക്ക് കൊണ്ടുപോയി മുട്ടിച്ച് വെക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ കോൾഡ് ബോഡി മുട്ടിച്ച് വെക്കുമ്പോൾ ഹീറ്റ് അത് അബ്സോർബ് ചെയ്യും, അതായത് സിസ്റ്റം ആ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നു. അത് നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ആ സമയത്ത് പ്രഷർ കുറയുന്നുണ്ട്, ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, എൻട്രോപ്പി കുറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഗ്രാഫ് നോക്കി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. 4 പ്രോസസ്സുകളെ പറ്റി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് ഇവിടെ, പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓരോ പ്രോസസ്സിലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഓട്ടോ സൈക്കിളിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. 4 പ്രോസസ്സുകളുണ്ട്. 4 പ്രോസസ്സിൻ്റെ പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ പ്രോസസ്സിലും എന്തൊക്കെയാണ് കൂടുന്നത്, എന്തൊക്കെയാണ് കുറയുന്നത്, എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതെന്ന് നമ്മൾ ഈ ഗ്രാഫ് നോക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള മാർക്ക് കിട്ടും. എത്ര മാർക്കാണ്? 5 മാർക്കിന് ചോദ്യമാണെങ്കിൽ 5 മാർക്കിനെ കുറിച്ചുള്ള ഇത് കിട്ടും. കാരണം ഈ ചിത്രം വരയ്ക്കുക, 4 പ്രോസസ്സുകളുടെ പേര് എഴുതുക, 4 പ്രോസസ്സിലും എന്തൊക്കെയാണ് കൂടുന്നത്, എന്തൊക്കെയാണ് കുറയുന്നത്, എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്, എന്തൊക്കെ ഉള്ളിലേക്ക് വരുന്നു, എന്തൊക്കെ പുറത്തേക്ക് വരുന്നു. ഹീറ്റ് പുറത്തേക്ക് ഉള്ളിലേക്കും പുറത്തേക്കും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും.